നമസ്കാരം. ഞാൻ ഡോക്ടർ കോശി പണിക്കർ, കൺസൾട്ടൻറ്റ് ജനറൽ സർജൻ, SUT ഹോസ്പിറ്റൽ, പട്ടം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പിത്താശയത്തിലെ കല്ലുകളെക്കുറിച്ചാണ്. പിത്താശയത്തിലെ കല്ലുകൾ വളരെ സാധാരണമായി എല്ലാ ആൾക്കാരിലും കണ്ടുവരുന്ന ഒരു രോഗമാണ്. അതിൻ്റെ സിംറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഞ്ചെരിച്ചിൽ, ദഹനക്കുറവ്, ദഹനമില്ലായ്മ, വയറ് പെരുകി വരിക, വയറിൻ്റെ വലത്തേ വശത്ത് നെഞ്ചിന് താഴെയായിട്ട് ചെറിയ വേദന, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സിംറ്റമായിട്ട് വരുന്നത്. എങ്ങനെയാണ് ഈ പിത്താശയത്തിൽ കല്ല് വരുന്നതെന്ന് നമുക്ക് നോക്കാം. പിത്താശയത്തിൽ കല്ല് വരുന്നത് നമ്മുടെ ആഹാരം കഴിച്ചതിന് ശേഷം അത് ദഹനം ഉണ്ടാകാനായിട്ട് ദഹനരസം സ്റ്റോർ ചെയ്യുന്ന ഒരു ഓർഗനാണ് ഈ പിത്താശയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പിത്താശയത്തിൽ നമ്മുടെ ദഹനരസം കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുകയും അതിനകത്ത് ക്രിസ്റ്റലുകളുണ്ടായി കല്ലുണ്ടാവുകയുമാണ് ചെയ്യുന്നത്. രണ്ടാമത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിത്താശയം ഇങ്ങനെ ചുരുങ്ങിയിട്ടാണ് ഈ പിത്തം വെളിയിലോട്ട് വരുന്നത്. അപ്പോൾ ആ ചുരുങ്ങുന്ന ഫങ്ഷൻ പിത്താശയത്തിൻ്റെ നഷ്ടപ്പെടുക, അങ്ങനെ പിത്തരസം കെട്ടിക്കിടന്ന് കല്ലാവുക, അങ്ങനെയും ഉണ്ടാവുക. ഇതിൻ്റെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിത്താശയത്തിലെ കല്ല് കിടക്കുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. പക്ഷേ ഇത് പിത്തനാളിയിലേക്ക് ഇറങ്ങുകയോ അല്ലെന്നുണ്ടെങ്കിൽ പിത്തസഞ്ചിയിൽ അണുബാധ വന്ന് പിത്താശയത്തിൽ ഇൻഫെക്ഷൻ വരികയോ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ ഇതിനകത്ത് സൈലൻറ്റ് സ്റ്റോൺസ് എന്ന് പറഞ്ഞ കുറച്ച് വകഭേദങ്ങളുണ്ട്. അതായത് ചില ആൾക്കാരിൽ കല്ലുണ്ടാവും, പക്ഷേ കല്ലിന് ഉള്ള സിംറ്റംസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. അവർക്ക് ചികിത്സ നമുക്ക് സർജറി പോലുള്ള ചികിത്സ നമുക്ക് ചെയ്യണമെന്ന് ഇല്ല. പക്ഷേ ചിലർക്ക് ഈ പിത്തസഞ്ചിയിലെ കല്ല് കാരണം ഇൻഫെക്ഷൻ ഉണ്ടാവുകയും അല്ലെന്നുണ്ടെങ്കിൽ പിത്തനാളിയിലേക്ക് ഇറങ്ങി മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങൾ വരികയും അമിതമായ വയറുവേദന, കിടുങ്ങൽ പനി, അങ്ങനെയെല്ലാം വരുമ്പോഴത്തേക്ക് നമുക്ക് പിത്തസഞ്ചി ഓപ്പറേഷൻ ചെയ്ത് നീക്കം ചെയ്യേണ്ട അവസ്ഥകൾ വരാറുണ്ട്. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്ന്, സൈലൻറ്റ് സ്റ്റോൺ ആണെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്ത് വാച്ച് ചെയ്ത് ആവശ്യമെങ്കിൽ മാത്രം ഓപ്പറേഷൻ ചെയ്യുക. ഇല്ല, ഇടയ്ക്കിടയ്ക്ക് ഈ ബുദ്ധിമുട്ടുകൾ വരികയാണ്, ബുദ്ധിമുട്ടുകൾ വന്ന് വയറുവേദന വരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ കിടുങ്ങൽ പനി വരുന്നു, പിത്തനാളിയിലേക്ക് അത് കല്ല് ഇറങ്ങുന്നു, അങ്ങനെയുള്ള അവസ്ഥകൾ വരികയാണെന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ കൂടിയേ തീരത്തുള്ളൂ. പിത്തനാളിയിലേക്ക് കല്ല് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ പിത്തനാളിയിലെ കല്ല് ആദ്യമേ ക്ലിയർ ചെയ്ത്, അതായത് ERCP എന്നുള്ള പ്രൊസീജിയർ ചെയ്ത് അതിനുശേഷം പിത്തസഞ്ചി റിമൂവ് ചെയ്യുക എന്നുള്ള ഓപ്പറേഷനാണ് ചെയ്യുന്നത്. പണ്ടൊക്കെ ഓപ്പൺ സർജറി ആയിരുന്നു, വലിയ മുറിവുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പം കീ ഹോൾ വഴി നമുക്ക് പിത്തസഞ്ചി നീക്കം ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ പിത്തസഞ്ചി നീക്കം ചെയ്ത് കഴിഞ്ഞാൽ ദഹന പ്രക്രിയയിൽ ബാധിക്കില്ലേ എന്നുള്ള ചോദ്യമാണ് കൂടുതലായിട്ടുള്ള പേഷ്യൻസിന് ഉണ്ടാവുക. അതിനകത്ത് നമ്മുടെ പിത്തരസം ഉണ്ടാകുന്നത് ലിവറിൽ നിന്നാണ്. അത് ലിവറിൽ നിന്ന് പിത്തനാളി വഴി ഡയറക്റ്റായിട്ട് വന്ന് ഈ ആഹാരത്തിൻ്റെ ദഹനം, അത് പ്രക്രിയ ക്രമേണ അത് നേരെയാവും എന്നുള്ളതാണ് അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഇത്. പിന്നെ ഈ ഓപ്പറേഷൻ അധികകാലം ഹോസ്പിറ്റലിൽ കിടക്കുകയോ അതിൻ്റെ ഫോളോ അപ്പ് അങ്ങനെ ഒന്നുമില്ല. 2 ദിവസത്തെ കാര്യം മാത്രമേ ഉള്ളൂ. കീ ഹോൾ വഴി ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്.